പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാന് കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടു പോകുന്നു. ജനകീയ പ്രക്ഷോഭങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ പാക് സൈന്യം വെടിയുതിർത്തുന്നതിന് പിന്നാലെ കാശ്മീർ താഴ്വരകൾ മറ്റൊരു വൻ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ നിൽക്കുന്ന പാക് അധീന കാശ്മീരിലെ മിർപൂരിലേക്ക് ഇപ്പോൾ കൂടുതൽ പാക് സൈനികർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ജനതയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ സൈനിക ബൂട്ടുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പാക് ഭരണകൂടം ഇപ്പോൾ. ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന വ്യാപക പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് ദാദ്യാൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പാകിസ്ഥാൻ വൻതോതിൽ സൈന്യത്തെ ഇറക്കിയിരിക്കുന്നത്. റാവലാക്കോട്ടിൽ സമാധാനപരമായി പ്രതിഷേധിച്ച നിരായുധരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ പാക് സൈന്യം കഴിഞ്ഞ ദിവസം അതിക്രൂരമായി വെടിയുതിർത്തിരുന്നു. എന്നാൽ ഈ അടിച്ചമർത്തലുകൾക്കൊന്നും ജനരോഷത്തെ തടയാനായില്ല. റാവലാക്കോട്ടിലെ പ്രതിഷേധക്കാർ പാക് അധീന കാശ്മീരിന്റെ തലസ്ഥാനമായിട്ടുള്ള മുസ്ഫറാബാദിലേക്ക് മാർച്ച് ചെയ്യാനൊരുങ്ങുകയാണ്. തങ്ങൾക്ക് വേണമെങ്കിൽ പാക് സൈന്യത്തിന്റെ ട്രൗസറുകൾ ഊരി ഈ തെരുവുകളിൽ തൂക്കിയിട്ടിട്ട് മുന്നോട്ട് പോകാമായിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനാണ് തങ്ങൾ ആഗ്രഹിച്ചതെന്നുമാണ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് ഖ്വാജ മെഹ്റാൻ പാക് ഭരണകൂടത്തെ വെല്ലുവിളിച്ചത്. അടിച്ചമർത്തലുകൾക്കും ക്രൂരതകൾക്കും മുന്നിൽ മുട്ടുമടക്കില്ലെന്നും പൂർണ്ണ ശക്തിയോടെ സമാധാനപരമായിട്ടുള്ള പ്രക്ഷോഭം തുടരുമെന്നും മറ്റൊരു നേതാവായിട്ടുള്ള സർദാർ ഉമർ നസീർ കാശ്മീരിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടിസ്ഥാന രാഷ്ട്രീയ അവകാശങ്ങളും ഭരണപരമായിട്ടുള്ള നീതിയും നിഷേധിക്കപ്പെടുന്നതിനെതിരെ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പാക് അധീന കാശ്മീരിൽ വൻ ജനകീയ പ്രക്ഷോഭമാണ് നടക്കുന്നത്. സ്വന്തം ജനതയുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ കേൾക്കുന്നതിനു പകരം പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന ആക്ഷൻ കമ്മിറ്റിയെ നിരോധിച്ച് തീവ്രവാദികളെ നേരിടുന്നത് പോലെയാണ് പാകിസ്ഥാൻ ഈ ജനങ്ങളെ നേരിട്ടത്. റാവലാക്കോട്ടിൽ തത്സമയ വെടിയുണ്ടകൾ ഉപയോഗിച്ചാണ് പാക് സൈന്യം ജനങ്ങളെ വേട്ടയാടിയത്. നേതാവായ ഷൗക്കത്ത് നവാസ് മീർ ഉൾപ്പെടെ നൂറുകണക്കിന് സാധാരണക്കാരെയാണ് ഇതിനോടകം പാക് സൈന്യം കാണാതാക്കിയത്. ഇത് കാശ്മീരികളുടെ വംശഹത്യയാണെന്നാണ് പ്രക്ഷോഭകർ ആരോപിക്കുന്നത്. ഇന്റർനെറ്റ് വിച്ഛേദിച്ചും കൂട്ട അറസ്റ്റുകൾ നടത്തിയും നേതാക്കൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയും ജനകീയ മുന്നേറ്റത്തെ തകർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇതിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേതാക്കളെ പിടികൂടാൻ പാരിതോഷികം വരെ പ്രഖ്യാപിച്ചിട്ടും ആയിരക്കണക്കിന് ജനങ്ങളാണ് ഭയമില്ലാതെ തെരുവിലിറങ്ങുന്നത്. മുസഫറാബാദ്, മിർപൂർ, നീലംവാലി, ജലംവാലി എന്നിവിടങ്ങളിലേക്ക് പ്രതിഷേധം പടരുമ്പോൾ ഭയന്നു വിറച്ച പാക് ഭരണകൂടം കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പാക് അധീന കാശ്മീർ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ജനകീയ വിപ്ലവത്തിന്റെ വക്കിലാണ്. പാകിസ്ഥാന്റെ അധികാര കസേരകൾക്ക് ഈ ജനകീയ കൊടുങ്കാറ്റിനെ അധികകാലം തടഞ്ഞു നിർത്താനാകില്ല എന്നതാണ് അക്ഷോഭ്യരായിട്ടുള്ള ആ ജനത നൽകുന്ന വ്യക്തമായ സൂചന. ന്യൂസ് ഡെസ്ക് മലയാളം.